ഹലോ മൈ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു വീട്ടിലൊരു പൂച്ചേനെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം ആ ഒരു വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പൂച്ച ഒരു ദിവസം അത് മിസ്സിങ് ആവുന്നു. ഓക്കെ, അത് ഒന്നല്ല രണ്ടല്ല 3 ദിവസമായിട്ടും ഒരു വിവരമില്ല അതിൻ്റെ. അപ്പം വാട്സപ്പ് ഗ്രൂപ്പിലും അവിടെയുള്ള പ്രദേശവാസികളോടും ഒക്കെ അന്വേഷിച്ചിട്ടും ഒരു വിവരമില്ല. അപ്പം 4ാമത്തെ ഒരു ദിവസം അതിനെ കണ്ടുകിട്ടി. അപ്പം അത് 3-5 പേരാണ് അതിനെ കണ്ടത്. അപ്പം തന്നെ ആ വീട്ടിലുള്ളവരെ കോണ്ടാക്ട് ചെയ്ത് അവരൊക്കെ വന്ന് പൂച്ച നിൽക്കുന്നത് ഒരു വളരെ ദയനീയ അവസ്ഥയിലാണ്. ഒരു മരത്തിന്റെ മുകളിലാണ് അത് നിൽക്കുന്നത്. അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പം തന്നെ റെസ്ക്യൂ ടീമിനൊക്കെ വിളിച്ച് പെട്ടെന്ന് തന്നെ വന്ന് അപ്പോൾ അതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ റെസ്ക്യൂ ടീം എത്തി. രാത്രി 12 മണിക്കാണ് സംഭവം. മുതിർന്നവരും യുവാക്കളും എല്ലാവരും ഉണ്ട്. ആ പൂച്ചയെ താഴേക്കിറക്കാനുള്ള ശ്രമത്തിലാണ്. എല്ലാവരും വൻ ആകാംക്ഷയോടെ നോക്കുകയാണ്. റെസ്ക്യൂ ടീം അവരുടെ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് പ്രിപ്പറേഷൻ സ്റ്റാർട്ടായി. നമ്മൾ നിൽക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആ മരം നിൽക്കുന്നത്. അതുപോലെ തന്നെ നടുവിൽ കനാലും. മരത്തിലേക്ക് കയറാനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ടായി. മേലോട്ടേക്ക് നോക്കി നോക്കി കഴുത്തൊരവസ്ഥയായി. റെസ്ക്യൂ ടീമിൻ്റെ വല അത് എല്ലാവരും കൂടി നിവർത്താനായി ഒരുങ്ങി. അങ്ങനെ ആ വലയൊക്കെ നിവർത്തി എല്ലാവരും ഓരോ സൈഡിലായി പിടിച്ചു നിന്നു. അങ്ങനെ മൂപ്പർ മരത്തിലേക്ക് കയറാൻ തുടങ്ങി. വൻ റിസ്ക് പിടിച്ച പരിപാടിയാണ്. ഒന്നാമത് നൈറ്റും. അങ്ങനെ പൂച്ചയുടെ ലൊക്കേഷനിലേക്ക് അവരെത്തി. പൂച്ചയെ എങ്ങനെ സേഫായിട്ട് താഴെ കറക്കാമെന്നാണ് എല്ലാവരും നോക്കുന്നത്. അങ്ങനെ നമ്മുടെ പൂച്ച സേഫായിട്ട് നമ്മുടെ വലയിലേക്ക് വീണു. അതിന് പേടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൂച്ചയെ അവർ വലയിൽ നിന്നും സേഫാക്കിയിട്ട് എടുത്തു. എത്ര ആണെങ്കിലും നമ്മളെ വീട്ടിൽ വളർത്തിയ ഒരു സാധനം നമ്മളെ വിട്ട് ഒരു നിമിഷം പോയപ്പോൾ അത് പിന്നീട് നമ്മളെ കയ്യിലേക്ക് കിട്ടുന്നതിലുള്ള ഒരു സന്തോഷം, അവരുടെ എല്ലാവരുടെയും മുഖത്ത് ആ ഒരു സന്തോഷം കണ്ടപ്പോൾ തന്നെ നമുക്കും ഏറെക്കുറെ സന്തോഷമായി. അങ്ങനെ വലയും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയി കുടുങ്ങിയിരുന്നു. അങ്ങനെ അതൊക്കെ എടുക്കാനായി ഒരുങ്ങി. അങ്ങനെ മരത്തിൻ്റെ മുകളിൽ നിന്നും മൂപ്പർ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവരോടും വീട്ടുകാർ ഒരുപാട് നന്ദി പറയുന്നു. അങ്ങനെ റെസ്ക്യൂ ടീമും കാര്യങ്ങളൊക്കെ അവർ മരത്തിൻ്റെ മുകളിൽ നിന്നും ഇറങ്ങി. ഈ റെസ്ക്യൂ ടീമിൻ്റെ പേരാണ് സിവിൽ ഡിഫൻസ് കോഴിക്കോട്. അപ്പം ഇവരുടെ നമ്പർ ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. അങ്ങനെ വീട്ടിൽ വളർത്തുന്ന പെറ്റ്സ് കാര്യങ്ങളൊക്കെ എല്ലാവരും സേഫായിട്ട് നോക്കുക. അപ്പോൾ ഇന്നത്തെ മിനി വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ടാറ്റ ബൈ ബൈ.